കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ അഥവാ CPIയുടെ ഏറ്റവും കരുത്തുറ്റ മുഖം അദ്ദേഹമാണെന്ന് നമ്മോടൊപ്പം ഉള്ളത് സുനിൽകുമാർ സർ. ഇപ്പോൾ CPMൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ ഇരിക്കുന്ന ഒരു സദസ്സിൽ വെച്ച് അദ്ദേഹം വീണ്ടും അത് ഉന്നയിക്കുമ്പോൾ തിരുത്തലുകൾ ആവശ്യമായിട്ട് വരുന്ന ഘട്ടത്തിൽ തിരുത്താൻ തയ്യാറാണെന്നുള്ളത്. പക്ഷേ ഈ MT പറഞ്ഞ കാര്യങ്ങൾ പിണറായിക്കെതിരാണെന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ പിണറായിയെ ഫോക്കസ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല. അത് ഈവൺ അദ്വാനി പോലും അദ്ദേഹത്തെ പറ്റി പറഞ്ഞത് ശ്രീരാമനാണ് അദ്ദേഹത്തിനെ ഇവിടെ നിയോഗിച്ചിരിക്കുന്നതെന്നാണ്. നിങ്ങൾ ആന ചോരുന്നത് കാണാതിരിക്കുകയും കടുക് ചോരുന്നത് കാണുകയും ചെയ്യുന്ന രീതിയിലേക്ക് മാത്രം ഈ വിമർശനം അല്ലെങ്കിൽ ഒരു MTയുടെ പ്രസംഗത്തെ കാണാൻ പാടില്ല. വലതുപക്ഷത്ത് നിൽക്കുന്ന പ്രസ്ഥാനങ്ങൾ അവരുടെ നമ്മൾ ഇതൊക്കെ പ്രതീക്ഷിക്കുന്നു എന്നുള്ളത്. എന്തിനാണ് അങ്ങനെ പ്രതീക്ഷിക്കുന്നത്? വലതുപക്ഷത്ത് എന്ത് ചെയ്യാനാണോ? അല്ല, വലതുപക്ഷത്തിന് അല്ല, ഞാൻ പറയുന്നത് നമ്മളൊരു വിഷയത്തെയാണ് പറയുന്നത്. അല്ല, വലതുപക്ഷത്തും അല്ലെങ്കിൽ ഇടതുപക്ഷത്തും നിൽക്കുന്ന ആളുകൾ ചെയ്യുന്ന കാര്യത്തെ പറ്റിയില്ല. ഒരു കള്ളനെ രക്ഷിക്കാൻ ഏറ്റവും നല്ല മാർഗം എന്താണെന്നറിയാമോ? എല്ലാവരും കള്ളന്മാരാണെന്ന് പറഞ്ഞാൽ മതി. നമ്മൾ ഒരു കള്ളം നീ മാത്രം നിങ്ങളൊക്കെ കള്ളന്മാരല്ലേ എന്ന് പറഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന്റെ രക്ഷയും. ഒരു പുതിയ ഗാനം വരുന്നു, മണ്ണിൽ നിന്ന് ഉയർന്ന സൂര്യനാണെന്ന് വരുന്നു. ഇടതുപക്ഷം അങ്ങനെയല്ല എന്നുള്ളതല്ല, അവർ അങ്ങനെയാണ് എന്ന് വരുത്താനാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ചില അഭിപ്രായങ്ങൾ പറയുന്നത്. നരേന്ദ്രമോദിയാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നതെങ്കിൽ ഞാൻ ഇതിനേക്കാൾ രൂക്ഷമായി ചോദിച്ചു. നരേന്ദ്രമോദി ചോദിക്കാൻ പോയിട്ട് നിങ്ങൾ അയാൾക്ക് ഒരു അക്ഷരം നിങ്ങളുടെ ചാനലിൽ നിന്നല്ല ആർക്കും നരേന്ദ്രമോദിക്കെതിരെ ഒരു എപ്പിസോഡ് ഇറക്കാൻ പറ്റില്ല. കഴിഞ്ഞ ഗവൺമെന്റിൽ ഇതൊന്നും നടന്നിട്ടില്ലല്ലോ. അപ്പൊ കാര്യങ്ങൾ കൃത്യമായി നടന്നാൽ മതി. അപ്പോൾ ഞങ്ങളുടെ കാലത്ത് കമ്പാരിറ്റീവ്ലി ഇന്നുണ്ടായിരുന്ന അത്രയും പ്രശ്നങ്ങൾ അന്ന് ഉണ്ടായിരുന്നില്ല. പക്ഷെ അന്നും ഉണ്ടായിരുന്നു, ഇത്രയും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അതിൻ്റെ രൂക്ഷമായ രീതിയിലാണ് അതിൻ്റെ പ്രശ്നങ്ങൾ ഈ ഗവൺമെൻറ് നേരിടുന്നത്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ മീഡിയകൾക്ക് വലിയൊരു റോൾ എന്താണെന്ന് വെച്ചാൽ അത് ഒരു വിഭാഗത്തിന് മാത്രം കാര്യങ്ങൾ പറയാമെന്നില്ല, എല്ലാവർക്കും പറയാനുള്ളത് അതിലൂടെ പറയുകയും. എങ്ങനെയാണ് LDF ഈ ഇലക്ഷന് നേരിടാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടക്കുന്നത്? നമ്മൾ വഞ്ചിയിൽ കിടന്ന് ഓടേണ്ട കാര്യമില്ലല്ലോ. ഇടതുപക്ഷ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വഞ്ചിയിൽ കിടന്ന് ഓടേണ്ട കാര്യമില്ല. 47 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം നമ്മുടെ ജനാധിപത്യം വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ് ഇന്ത്യയിലെ ജനങ്ങൾ ഇതിനെ കാണുന്നത്. തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ആസൂത്രിത പരിശ്രമത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ ചെയ്യേണ്ട കാര്യം നമുക്കില്ല. ഇടതുപക്ഷത്തെ ഒന്ന് കുറച്ച് കാണിക്കാനോ അല്ലെങ്കിൽ ഇവിടുത്തെ ഫൈറ്റിൽ അവർക്ക് മേൽക്കൈ നേടാനോ വേണ്ടിയിട്ടായിരിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ജനങ്ങൾക്ക് നല്ല രാഷ്ട്രീയ ബോധമുള്ള ആൾക്കാരാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ. നമ്മൾ അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കേരളത്തിലെ മുൻ MLA, മുൻ കൃഷിമന്ത്രി, അതിനേക്കാളും എല്ലാറ്റിനും ഉപരി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ അഥവാ CPIയുടെ ഏറ്റവും കരുത്തുറ്റ മുഖം അദ്ദേഹമാണെന്ന് നമ്മോടൊപ്പം ഉള്ളത് സുനിൽകുമാർ സർ. ചോദ്യങ്ങളുണ്ട്, ചോദിക്കാം. നമസ്കാരം സർ. ഇപ്പോൾ ഉള്ള ഒരു ഇടതുപക്ഷത്തിൻ്റെ ഭരണത്തെക്കുറിച്ച് അതിനിശ്ചിതമായ വിമർശനങ്ങൾ വരുന്നൊരു സമയത്താണ് നമ്മൾ കാണുന്നത്. കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം MT വാസുദേവൻ നായർ പറഞ്ഞ ഒരു വിമർശനം, അത് ഇടതുപക്ഷത്തെക്കുറിച്ചല്ല എന്നും ഇന്ത്യയിലെ ഫാസിസ്റ്റ് ഭരണങ്ങളെക്കുറിച്ചാണെന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ അതിനുശേഷം ഇപ്പോൾ M മുകുന്ദനാണെങ്കിലും മറ്റുള്ള ചില, ഞാനിപ്പോൾ എല്ലാവരുടെയും പേര് പറയുന്നില്ല, മറ്റ് ചില സാഹിത്യകാരന്മാരൊക്കെ ആണെങ്കിലും വലിയ വിമർശനമാണ് ഒരു കാലത്തും ഇല്ലാത്ത പോലെ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണത്തിനെതിരെ ഉന്നയിക്കുന്നത്. എന്താണ് സഖാവ് അതിനെ കാണുന്നത്? എങ്ങനെയാണ് കാണുന്നത്? കാരണം സഖാവ് കുറെ കൂടി നിങ്ങളോട് തിരിച്ചൊരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ? ചോദിച്ചോളൂ. ഇപ്പോൾ ഈ MT വാസുദേവൻ നായർ നടത്തിയുള്ള വിമർശനം അത് പിണറായി വിജയനെതിരാണെന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? ഞാൻ വിചാരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് വിചാരിക്കുന്നത്? അദ്ദേഹം 20 കൊല്ലം 23 കൊല്ലം മുമ്പ് എഴുതിയൊരു ലേഖനം CPMൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ ഇരിക്കുന്ന ഒരു സദസ്സിൽ വെച്ച് അദ്ദേഹം വീണ്ടും അത് ഉന്നയിക്കുമ്പോൾ അത് കേൾക്കേണ്ടവർ കേൾക്കണമെന്ന് വിചാരിച്ച് അദ്ദേഹം, കാരണം എഴുതിക്കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രസംഗമാണ്. അതുകൊണ്ട് തന്നെ പിന്നെ അത് മാത്രമല്ല, അതിലിപ്പോൾ ഞാൻ ഡീറ്റെയിൽസിലേക്ക് പോകേണ്ടായിരിക്കില്ല, സഖാവിനറിയാം. കാരണം വിൽഹെം റീഹിനെ ആണെങ്കിലും അല്ലെങ്കിൽ EMSനെ ആണെങ്കിലും എല്ലാം ഉദ്ധരിച്ചുകൊണ്ട് ചില കാര്യങ്ങളിലെങ്കിലും തിരുത്തലുകൾ വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു. ഇപ്പോൾ ഇന്ന് സഖാവിനോട് പറഞ്ഞാൽ M മുകുന്ദൻ ഇത് വീണ്ടും പറഞ്ഞേക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് നന്നായി ഭരിക്കുന്നുണ്ട്, പക്ഷേ എങ്കിൽ പോലും ചില തിരുത്തലുകൾ ആവശ്യമുണ്ട് എന്ന് തന്നെയാണ് അതിനകത്തുനിന്ന് വായിക്കാൻ തോന്നുന്നത്. അല്ല, തിരുത്തലുകൾ വേണമെന്ന കാര്യത്തിൽ ഇപ്പോൾ MB ഗോവിന്ദനും പറഞ്ഞല്ലോ, തിരുത്തലുകൾ ആവശ്യമായിട്ട് വരുന്ന ഘട്ടത്തിൽ തിരുത്താൻ തയ്യാറാണെന്നുള്ളത്. പക്ഷേ ഈ MT പറഞ്ഞ കാര്യങ്ങൾ പിണറായിക്കെതിരാണെന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ പിണറായിയെ ഫോക്കസ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല. അത് നരേന്ദ്രമോദിയെ പോലെയുള്ളൊരു ഏകാധിപതിയെ സംരക്ഷിക്കുക എന്ന് പറയുന്ന ഒരു ധർമ്മം കൂടി അത് പ്രചരിപ്പിക്കുന്നവർ നടത്തുന്നുണ്ട്. കാരണം ഇപ്പോൾ ഈ ഏകാധിപത്യ പ്രവണത അല്ലെങ്കിൽ ഒരു രാജാവിനെ പോലെയുള്ളൊരു രീതിയിലേക്ക് പ്രവാചകനായിട്ട് അല്ലെങ്കിൽ
അവതാരമായിട്ടൊക്കെ അവതരിപ്പിക്കുന്ന ഒരു ഭരണാധികാരി ഇന്ന് ഇന്ത്യയിലുള്ളത് ആരാണ്? നരേന്ദ്രമോദിയല്ലേ. തൃശ്ശൂർ നടന്നിട്ടുള്ള നരേന്ദ്രമോദിയുടെ പ്രസംഗം, നരേന്ദ്രമോദി വരുന്നതിന് മുമ്പുള്ള എല്ലാ പ്രസംഗങ്ങളും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? PT ഉഷ BJPയുടെ MP ആണ്. നമ്മളൊക്കെ ഏറ്റവും ആദരിക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. അവർ പ്രസംഗിച്ചത് എന്താണ്? ആ പ്രസംഗം മുഴുവനും നരേന്ദ്രമോദി അമാനുഷിക ശക്തിയുള്ള ശ്രീരാമൻ്റെ അവതാരമായിട്ട് വന്ന ആളെന്നാണ് പറഞ്ഞത്. ഈവൺ അദ്വാനി പോലും അദ്ദേഹത്തെ പറ്റി പറഞ്ഞത് ശ്രീരാമനാണ് അദ്ദേഹത്തിനെ പിന്നെ ഇവിടെ നിയോഗിച്ചിരിക്കുന്നതെന്നാണ്. BJPയുടെ സകലമാന നേതാക്കന്മാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും മീഡിയകൾ മുഴുവൻ പ്രചരിപ്പിക്കുന്നതും അമാനുഷികമായിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം തന്നെ പറയുന്നത് എന്താണ്? മോഡിയുടെ ഉറപ്പല്ല, മോഡിയുടെ ഗ്യാരണ്ടി എന്നാണ്. അപ്പോൾ അത് ഒരു ഗവൺമെൻറ് പോയി, ഒരു മുന്നണി പോയി, ഒരു പാർട്ടിയും പോയി, അവസാനം ഒരു വ്യക്തി തന്നെയാണ് ഗ്യാരണ്ടി കൊടുക്കുന്ന ഐ ആം ദ ഗവൺമെൻറ് എന്ന നിലയിലേക്ക് വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തെ നിങ്ങൾ ആന ചോരുന്നത് കാണാതിരിക്കുകയും കടുക് ചോരുന്നത് കാണുകയും ചെയ്യുന്ന രീതിയിലേക്ക് മാത്രം ഈ വിമർശനം അല്ലെങ്കിൽ ഒരു MTയുടെ പ്രസംഗത്തെ കാണാൻ പാടില്ല. MT പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു ഏകാധിപത്യ പ്രവണതകളോ അല്ലെങ്കിൽ ജനാധിപത്യത്തിന് വിരുദ്ധമായ കാര്യങ്ങളോ സംബന്ധിച്ചുള്ള ഒരു അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനമാണ്. മുഖ്യമന്ത്രി ഇരിക്കുന്ന വേദിയിൽ അത് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അത് മുഖ്യമന്ത്രിക്കെതിരെ തന്നെയാണെന്ന് പറയുന്നതിൽ ഇനി കേരളത്തിലെന്നല്ല ഏത് ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യത്തിന് വിരുദ്ധമായ രീതിയിലുള്ള ഒരു വ്യക്തിപൂജയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ അത് പൊതുവായി നമുക്ക് പറയാവുന്ന കാര്യമാണ്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, ഇപ്പം ഇന്ത്യയിലെ എല്ലാ മീഡിയകളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ പറയും, കോലോത്ത മുതൽ കളവ് പോയാൽ വറീതിന് കുറ്റം എന്ന് പറയുന്ന പോലെയുള്ളൊരു സംസാരം നമ്മുടെ ആളുകൾക്കിടയിൽ എന്ത് പോയാലും ആ കുറ്റം ഇടതുപക്ഷത്തിനാണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം പറയുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജാഥ നടന്നു. ആ ജാഥയിൽ ഉപയോഗിച്ച ബസ്സിനെ പറ്റി വലിയ വിമർശനം നടക്കുകയാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ബസ്സിനെ പറ്റി യാതൊരു വിമർശനവും ആരും ഉന്നയിക്കേണ്ട കാര്യമില്ല. നരേന്ദ്രമോദി 8,997 കോടി രൂപയുടെ ഒരു വിമാനം വാങ്ങിയതിനെ പറ്റി ആരെങ്കിലും വിമർശിക്കുന്നുണ്ടോ? അദ്ദേഹം വാങ്ങിയിരിക്കുന്ന 13 കോടി രൂപയുടെ ഏറ്റവും ആധുനിക സൗകര്യത്തോടു കൂടിയിട്ടുള്ള നിരവധി വാഹനങ്ങൾ, 13-15 കോടിയുള്ള ഒരു വാഹനങ്ങളെ പറ്റി വരുന്നത് എന്താണ്? അദ്ദേഹം ഇത് വാങ്ങിയിരിക്കുന്നു, നമ്മുടെ പ്രധാനമന്ത്രി സുരക്ഷിതനായിരിക്കുന്നു. അപ്പോൾ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് പലപ്പോഴും വിമർശനങ്ങളെ ഡൈവേർട്ട് ചെയ്തിട്ട് ഒരു ഇടതുപക്ഷത്തിനെതിരാക്കി തിരിക്കുക എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ MTയുടെ വിമർശനത്തിന്റെ പശ്ചാത്തലത്തിൽ അതും കൂടെ പരിശോധിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ട് ഇങ്ങനെ അല്ല, സഖാവ് പറഞ്ഞ മറുപടി ഞാൻ എടുക്കുന്നു. പക്ഷെ അതിലുള്ളൊരു പ്രശ്നം, ഈ മറുപടിക്ക് പോലുള്ള ഒരു പ്രശ്നമെന്ന് ഞാൻ വിചാരിക്കുന്നത്, കാരണം ഇപ്പോൾ ഒരു വലതുപക്ഷത്ത് നിൽക്കുന്ന പ്രസ്ഥാനങ്ങൾ അവരുടെ നമ്മൾ ഇതൊക്കെ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ്. എന്തിനാണ് അങ്ങനെ പ്രതീക്ഷിക്കുന്നത്? വലതുപക്ഷത്ത് എന്ത് ചെയ്യാനാണോ? അല്ല, വലതുപക്ഷത്തിന് അല്ല, ഞാൻ പറയുന്നത് നമ്മളൊരു വിഷയത്തെയാണ് പറയുന്നത്. അല്ല, വലതുപക്ഷത്തും അല്ലെങ്കിൽ ഇടതുപക്ഷത്തും നിൽക്കുന്ന ആളുകൾ ചെയ്യുന്ന കാര്യത്തെ പറ്റിയില്ല. ഭരണാധികാരി ഒരു ജനാധിപത്യത്തിൽ ഇരിക്കുന്ന ഭരണാധികാരി വലതുപക്ഷത്തിരുന്നാലും ഇടതുപക്ഷത്തിരുന്നാലും ജനാധിപത്യമാണ് സംരക്ഷിക്കേണ്ടത്. അല്ല, പക്ഷേ അപ്പൊ അവിടെ വലതുപക്ഷത്തിരിക്കുന്നവർക്ക് കുറെ പ്രിവിലേജ് ഉണ്ടെന്നും ഇടതുപക്ഷത്തിരിക്കുന്നവർക്ക് പ്രിവിലേജ് ഇല്ല. അതല്ല, അങ്ങനെ പറയരുത്. നമ്മളെല്ലാത്തിനും സാമാന്യവൽക്കരിച്ച് കഴിഞ്ഞിട്ട് ഇപ്പൊ എല്ലാത്തിലും ഒരു കാര്യം എന്താ വെച്ചാല്, ഒരു കള്ളനെ രക്ഷിക്കാൻ ഏറ്റവും നല്ല മാർഗം എന്താണെന്ന് അറിയാമോ? എല്ലാവരും കള്ളന്മാരാണെന്ന് പറഞ്ഞാൽ മതി. നമ്മൾ ഒരു കള്ളൻ, നീ മാത്രം, നിങ്ങളൊക്കെ കള്ളന്മാരല്ലേ എന്ന് പറഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന്റെ രക്ഷ. കാരണം കള്ളന് പിന്നെ വേറെ പ്രത്യേകത ഇല്ലല്ലോ, അയാൾക്കെല്ലാം പോലെ ഒരുപോലെയാണല്ലോ. അതുപോലെ എല്ലാത്തിനും സാമാന്യവൽക്കരിക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാധ്യമ പ്രവർത്തനത്തിന് അങ്ങനെ ഒരു സംഗതി, മാധ്യമ പ്രവർത്തനം എപ്പോഴും കാണേണ്ട ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തു നിന്ന് കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരു വെളിച്ചം കൊടുക്കുന്നതായിരിക്കണം മീഡിയയിൽ നിന്ന് വരുന്ന ഒരു എന്താ പറയുക, ഒരു വിലയിരുത്തൽ. അത് നമുക്ക് പലപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പോലീസ് ഒരു സെക്രട്ടേറിയറ്റിൽ പോലീസ് മാർച്ച് നടത്തിയപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർ ഇരുമ്പ് വടി കൊണ്ടൊക്കെ അടിച്ച് പോലീസിൻ്റെ ഫൈബർ പരിചയ തകർത്തു. പിറ്റേ ദിവസം ഒരു പത്രത്തിൽ വന്ന വാർത്ത എന്താ അറിയാമോ? പോലീസിൻ്റെ ഫൈബർ പരിചയ്ക്ക് ഉറപ്പ് പോരാ, അതിൻ്റെ പർച്ചേസ് ചെയ്തിരിക്കുന്ന അതിൻ്റെ ക്വാളിറ്റിയെ സംബന്ധിച്ച് പോലീസിനകത്ത് ചർച്ച നടന്നിരിക്കുകയാണ് സെക്രട്ടേറിയറ്റിൻ്റെ നടന്ന മാർച്ചിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നാണ്. അപ്പോൾ അത് ഒരു സമരത്തിൽ ചെയ്യാൻ പാടില്ലാത്ത രീതിയിൽ അത് തല്ലിപ്പൊളിച്ചതോ പോലീസിനെ ആക്രമിച്ചതിനെ വേറെ രീതിയിൽ വ്യാഖ്യാനിച്ച് അതും ഇടതുപക്ഷ ഗവൺമെൻറ് പരിചയം വാങ്ങിയതിലുണ്ടാക്കിയിട്ടുള്ള കുഴപ്പം കൊണ്ടാണെന്ന് വ്യാഖ്യാനിക്കുന്ന ഒരു രീതി നമ്മുടെ നാട്ടിലുണ്ട്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ വേറെ താങ്കൾ പറഞ്ഞതിൻ്റെ ഒരു സാങ്കത്യം മനസ്സിലാക്കാണ്ട് പറയില്ല. ഡയറക്റ്റായിട്ട് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും
എന്തോ ഇടതുപക്ഷത്തെ എല്ലാവരും കൂടി അല്ലെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ എല്ലാവരും കൂടി ടാർഗറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് തോന്നുന്ന രീതിയിലാണ് ഇവിടുത്തെ മീഡിയകളെല്ലാം ഇത് പിണറായി വിജയനെതിരാണ് ഇടതുപക്ഷത്തിനെതിരാണെന്ന് മാത്രം പറയുന്നത്. അപ്പോൾ അത് ഒരിക്കലും അങ്ങനെ കാണാൻ എനിക്ക് കഴിയാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയും കൂടി ചോദിച്ചത്. എന്താണ് അല്ല, അത് കുഴപ്പമില്ല. പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ ഇടതുപക്ഷം എന്ന് പറയുന്നത് തന്നെ ഒരു പരലാളകനെങ്കിലേറ്റ് മാധ്യമങ്ങളുടെ പരലാളകനെങ്കിലേറ്റ് വളർന്നിട്ടുള്ളൊരു രാഷ്ട്രീയവുമല്ല പ്രസ്ഥാനവുമല്ല. നമുക്കറിയാം, ഇപ്പോൾ മനോരമ വളർന്നു, അതോടൊപ്പം ഇടതുപക്ഷമൊക്കെ വളർന്നത് അങ്ങനെ തന്നെയാണ്. എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഖാവ് ഇപ്പം സഖാവിനറിയാം ഇത്തരത്തിലുള്ള വ്യതിയാനങ്ങളെ പാർട്ടി ഇങ്ങനെ കാണുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് സഖാവ് പറഞ്ഞ ഒരു കാര്യം ഞാൻ അതിനു വേണ്ടി സമ്മതിക്കുന്നു. ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ഭാഗത്തോ അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ദിരാഗാന്ധി ഭരിച്ചിരുന്നപ്പോൾ ഐ ആം ദ സ്റ്റേറ്റ് എന്ന് പറയുന്ന ലെവലിലൊക്കെ തന്നെ ഇതിനു മുമ്പ് ഉദാഹരണങ്ങളുണ്ട്. പക്ഷേ ഇടതുപക്ഷത്തിൽ നിന്ന് കുറേ കൂടി ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ് ആ ചോദ്യങ്ങൾ വരുന്നത്. അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ എൻ്റെ ചോദ്യം, ഇപ്പം ഇടതുപക്ഷത്തെക്കുറിച്ച് ഈ വിമർശനങ്ങൾ ഉണ്ടാകാൻ കാരണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നവകേരള ബസ് സഖാവ് പറഞ്ഞ ബസ്സിൻ്റെ തന്നെ യാത്ര നടത്തുമ്പോൾ വി എൻ വാസവൻ ഒരിക്കൽ പറഞ്ഞത് ഇത് ദൈവത്തിൻ്റെ വരദാനമാണ് എന്നൊരു ബിഷപ്പ് പറഞ്ഞതിനെ കോട്ട് ചെയ്തുകൊണ്ടൊരു പ്രസംഗത്തിൽ പറയുന്നു. ഇത് കാൽപാദം പതിഞ്ഞ മണ്ണാണെന്ന് പറയുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയത്, അത് പാർട്ടിയുടെ അല്ലെന്ന് പറയാം, CPM-ൻ്റെ അല്ലെന്ന് പറയാം, പക്ഷേ എങ്കിലും ഒരു പുതിയ ഗാനം വരുന്നു, മണ്ണിൽ നിന്ന് ഉയർന്ന സൂര്യനാണെന്ന് വരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം സംഭവിക്കുമ്പോൾ ഞാൻ പറയുന്നത് കുറച്ചുകൂടി ജാഗ്രതയോടെ പാർട്ടികൾ അതിനെ കാണണ്ടേ, അല്ലെങ്കിൽ LDF അതിപ്പോ MP ഒന്നും പറഞ്ഞപ്പോൾ അതിന് മറുപടിയല്ലോ. അതിന് വളരെ കൃത്യമായിട്ട് ആൾ പറഞ്ഞല്ലോ. ഇപ്പൊ വിമർശനങ്ങൾ കേൾക്കുമ്പോൾ ആ വിമർശനങ്ങളിൽ കാമ്പുള്ള വിമർശനം ഉണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് മറ്റാരേക്കാളും കൂടുതൽ ചെയ്യുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ വിമർശനങ്ങൾക്ക് അതീതരായിട്ടുള്ള ആൾക്കാരൊന്നുമില്ല. ഞങ്ങൾക്ക് തെറ്റുകൾ സംഭവിക്കുമ്പോൾ ഞങ്ങളത് തിരുത്താറുണ്ട്. പക്ഷെ ഞങ്ങളൊരിക്കലും തെറ്റുകൾ ചെയ്യാന്ന് പറയുന്നത് നിങ്ങൾ തന്നെ സംഭവിച്ചല്ലോ ഇടതുപക്ഷത്തിന് അങ്ങനെ, അതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കുന്നു. ഏത് ഇടതുപക്ഷം ഒരിക്കലും അങ്ങനെയുള്ള ആൾക്കാരല്ല. പക്ഷെ നിങ്ങൾ പറയുമ്പോൾ ഇടതുപക്ഷം അങ്ങനെയല്ല എന്നുള്ള അത് സ്ഥാപിക്കാനല്ല നിങ്ങൾ ശ്രമിക്കുന്നത്. ഇടതുപക്ഷം അങ്ങനെയല്ല എന്നുള്ളതല്ല, അവർ അങ്ങനെയാണ് എന്ന് വരുത്താനാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ചില അഭിപ്രായങ്ങൾ പറയുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പം ഈ ഇടതുപക്ഷത്തിനകത്തെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാ കാലത്തും വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ഗവൺമെൻറ്റുകളാണ്. ഏത് ഗവൺമെൻറ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഉള്ളപ്പോഴും രൂക്ഷമായ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ആ ഗവൺമെൻറ് ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ ഒരിക്കലും മീഡിയകൾ ഹൈലൈറ്റ് ചെയ്തിട്ടില്ല. പിന്നീട് വരുന്ന ഗവൺമെൻറ്റുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് പറയുന്നല്ലാതെ ആ കാലഘട്ടത്തിൽ ഒരിക്കലും ഇടതുപക്ഷം ചെയ്തിരിക്കുന്ന നല്ല കാര്യങ്ങളെ പറ്റി പറയാൻ ആരും തയ്യാറാകാറില്ല. അപ്പോൾ അതുകൊണ്ട് അക്കാര്യത്തിൽ ഇടതുപക്ഷത്തിനെതിരായി വിമർശിക്കാൻ പാടില്ല എന്ന നിലയിലല്ല പറയുന്നത്. പക്ഷേ എല്ലാം പറയുന്ന ഇടതുപക്ഷത്തിനെതിരെ മാത്രമാണ്. പ്രത്യേകിച്ചൊരു നിഷ്പക്ഷമായ ഒരു വിമർശനം, ആ വിമർശനത്തിൻ്റെ മുനകൾ എവിടെയാണ് ചില അത് അവിടേക്കല്ല ഇവിടേക്ക് തന്നെയാണെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ വെച്ചാൽ എല്ലാ സ്ഥലത്തും അതുകൂടെ പറയണ്ടേ. അത് പറയാത്ത എന്താ? അല്ല, അത് ഇതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള രീതിയിലാണല്ലോ പോകുന്നത്. അതായത് ഇപ്പൊ അതിനേക്കാളും കുറച്ചും കൂടി ഗുരുതരാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ മോദിയുടെ ഗ്യാരണ്ടി എന്ന് മോദി തന്നെ പറയാന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏതെങ്കിലും ഭരണാധികാരി ചെയ്തിട്ടുള്ള കാര്യമാണോ? അല്ല സാഹേ, വിത്ത് ഓൾ റെസ്പെക്ട് ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ഇത് നരേന്ദ്രമോദിയാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നതെങ്കിൽ ഞാൻ ഇതിനേക്കാൾ രൂക്ഷമായി ചോദിക്കും. നരേന്ദ്രമോദി ചോദിക്കാൻ പോയിട്ട് നിങ്ങളുടെ ആൾക്ക് ഒരു അക്ഷരം നിങ്ങളുടെ ചാനലിൽ നിന്നല്ല ആർക്കും നരേന്ദ്രമോദിക്കെതിരെ ഒരു എപ്പിസോഡ് ഇറക്കാൻ പറ്റില്ല. അല്ല, നമ്മളിപ്പോ ഇതേ ചോദ്യങ്ങള് VV രാജേഷോട് ചോദിച്ചിട്ടുണ്ട്, ഇപ്പൊ മറ്റു വല്ലരോടും എന്ത് ചെയ്തു ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നതല്ല, അങ്ങനെ നമ്മള് നരേന്ദ്രമോദിക്കെതിരെ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം നമ്മളും കൂടി മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ക്രിറ്റിസിസം എന്ന് പറയുന്നത് ആർക്കൊക്കെ എതിരെ എവിടെ വരെ ആകാമെന്നതിനെ സംബന്ധിച്ച് എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം. കാരണം നിങ്ങളൊരു മീഡിയ പ്രവർത്തിക്കുന്ന ആൾക്കാരല്ലേ. മീഡിയയിൽ എന്തൊക്കെ രീതിയിൽ നിങ്ങൾ നിയന്ത്രിക്കുന്നുണ്ടെന്നുള്ളത് ഞാനിനിയിപ്പോൾ നിങ്ങളെന്തില്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. അല്ല, അപ്പം അതും കൂടെ മനസ്സിൽ വെച്ച് വേണം നിങ്ങൾ ഇടതുപക്ഷത്തെ വിമർശിക്കുമ്പോൾ കാണേണ്ട. ഇടതുപക്ഷത്തിന് തെറ്റുകൾ ഉണ്ടാവാം, പക്ഷേ ഇടതുപക്ഷത്തിന്റെ തെറ്റിന്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷത്തെ കൊല വിളിക്കുക എന്ന നിലയിലേക്ക് പോകരുതെന്ന് മാത്രമേ അങ്ങനെ ഒരു ഉദ്ദേശം നമുക്കില്ല. ഇപ്പൊ സഖാവ് പറഞ്ഞിട്ടുള്ള ഒരു ഉത്തരത്തിൽ നിന്നൊരു ചോദ്യം കൂടിയുണ്ട്. സഖാവ് പറഞ്ഞത് മുൻകാല ഗവൺമെന്റുകളുമായി കമ്പയർ ചെയ്ത് ചിലപ്പോൾ ഞങ്ങളെ കഴിഞ്ഞ ഗവൺമെന്റ് നല്ലതാണെന്ന് പറയും എന്നുള്ളതാണ്. ഇപ്പൊ കഴിഞ്ഞ തവണ കൃഷിമന്ത്രിയായിരുന്നു, നമുക്കറിയാം. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ CPIയുടെ തന്നെ P. പ്രസാദാണ് കൃഷിമന്ത്രിയായിട്ടിരിക്കുന്നത്. പക്ഷെ പലപ്പോഴും ഇപ്പോൾ ഉയർന്നിട്ടുള്ള വിമർശനം, ആ വിമർശനം എന്ന് പറയുന്നത് കഴിഞ്ഞ ഗവൺമെൻറ് അത്ര നല്ലതല്ല ഈ ഗവൺമെൻറ് എന്ന് പറയുന്നൊരു വിമർശനമുണ്ട്. അതിൽ തന്നെ ഏറ്റവും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യം, ഇപ്പോൾ കർഷക ആത്മഹത്യകൾ നടക്കുന്നു. ഞാൻ G. സുധാകരൻ സഖാവിനെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ ഗവൺമെൻറ്റിൽ ഇതൊന്നും നടന്നിട്ടില്ലല്ലോ, അപ്പോൾ കാര്യങ്ങൾ കൃത്യമായി നടന്നാൽ മതി എന്നുള്ളത് അദ്ദേഹം എൻ്റെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു താരതമ്യത്തെ സഖാവ് എങ്ങനെ നോക്കിക്കാണുന്നു? അതിലർത്ഥമില്ലാത്ത കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ ഓരോ ഗവൺമെൻറ്റുകൾക്കും ആ സന്ദർഭത്തിനനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അപ്പം അന്നത്തെ ഗവൺമെൻറ്റിൻ്റെ സിറ്റുവേഷൻ, അപ്പം അന്ന് ചെയ്ത കാര്യങ്ങളെ സംബന്ധിച്ച്
ഈ ഗവൺമെൻറ് അതിനേക്കാൾ മെച്ചപ്പെട്ട നിലയിൽ പ്രവർത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. അന്നുണ്ടായതിനേക്കാളും അതീവ ഗുരുതരമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഈ ഗവൺമെൻറ് നേരിടുന്നുണ്ട്. കാരണം ഈ നമ്മുടെ ഒരു ഗവൺമെൻറ് പ്രവർത്തിക്കുന്നതിൻ്റെ വിഭവ സമാഹരണത്തിൻ്റെയും കൂടി പശ്ചാത്തലത്തിൽ സാമ്പത്തികമായിട്ടുള്ള അതിൻ്റെ ഒരു കൈകാര്യം ചെയ്യാനുള്ള ഒരു സംവിധാനങ്ങൾ കൂടി ഉണ്ടാവണം. ഇപ്പം നിങ്ങൾ നോക്കും 3 കൊല്ലമായിട്ട് അത് നിങ്ങൾ നിഷ്പക്ഷമായി തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഈ കേരളത്തിലെ ഗവൺമെൻറ്റിനോടല്ല, കേരളത്തിലെ ജനങ്ങളോട് ഇടതുപക്ഷ ഗവൺമെൻറ് ഭരിക്കുന്നു എന്നുള്ളത് ശരിയാണെങ്കിലും കേരളത്തിലെ ജനങ്ങളോട് ചെയ്യുന്ന ഒരു വലിയ അവഗണനയുണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ. അത് കൃത്യമായ രീതിയിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഇപ്പോൾ LDF ഗവൺമെൻറ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന 1,07,000 കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ് പല ഹെഡുകളിലായിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് ലഭ്യമാകേണ്ടത് തരുന്നില്ല എന്നുള്ളതാണ്. അത് അതിൻ്റെ എത്രയൊക്കെയാണ് ഏതൊക്കെ ഹെഡിൽ എന്നുള്ളത് എനിക്ക് പൂർണ്ണമായിട്ടും ഈ സമയമെടുത്ത് വിശദീകരിക്കാൻ കഴിയില്ല. പക്ഷെ കടമെടുക്കുന്നത് മുതൽ നമുക്ക് GST വിഹിതം മുതൽ കേന്ദ്രം 1 രൂപ ഒരു സ്റ്റേറ്റിൽ നിന്ന് പിരിക്കുമ്പോൾ ആ സ്റ്റേറ്റിന് കൊടുക്കേണ്ടിട്ടുള്ള നികുതി വിഹിതവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തന്നെ മറ്റ് സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് കാണിക്കുന്ന ഡിസ്ക്രിമിനേഷൻ അത് അസഹനീയമായ രീതിയിലേക്ക് ഒരു പശ്ചാത്തലം കൂടി വെച്ചുകൊണ്ട് വേണം ഒരു ഗവൺമെൻറ്റിനെ വിലയിരുത്താൻ വേണ്ടി. അപ്പോൾ ഞങ്ങളുടെ കാലത്ത് കമ്പാരിറ്റീവ്ലി ഇന്നുണ്ടായിരുന്ന അത്രയും പ്രശ്നങ്ങൾ അന്ന് ഉണ്ടായിരുന്നില്ല. പക്ഷെ അന്നും ഉണ്ടായിരുന്നു, പക്ഷെ ഇത്രയും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അതിൻ്റെ രൂക്ഷമായ രീതിയിലാണ് അതിൻ്റെ പ്രശ്നങ്ങൾ ഈ ഗവൺമെൻറ് നേരിടുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പരിമിതികളും ഈ ഗവൺമെൻറ് ഉണ്ട് എന്നല്ലാതെ ഈ ഗവൺമെൻറ്റിൻ്റെ അഡ്മിനിസ്ട്രേഷനോ അല്ലെങ്കിൽ അതിൻ്റെ പരിപാടികളെ സംബന്ധിച്ച വീക്ഷണങ്ങളിലോ ഒരു മാറ്റമില്ല. അത് വളരെ നല്ല നിലയിൽ തന്നെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്നൊരു ഗവൺമെൻറ് ആണെന്നാണ് എൻ്റെ ഒരു പൂർണ്ണമായ വിശ്വാസം. ഞാനിതിപ്പോൾ എന്നോട് ചോദിക്കുമ്പോൾ അങ്ങനെയല്ല പറയാൻ പറ്റുമെന്ന് വിചാരിച്ച് പറയണമല്ല, ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. അപ്പോൾ LDF ഗവൺമെൻറ്റിന് അതിൻ്റെ പ്രഖ്യാപിതമായിട്ടുള്ള അതിൻ്റെ നിലപാടുകളുണ്ട്. അതിലിപ്പോൾ നമ്മുടെ ജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദാനങ്ങളുണ്ട്. അപ്പോൾ ആ വാഗ്ദാനങ്ങൾ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോഴും ഗവൺമെൻറ് പ്രവർത്തിക്കുന്നത്. അതപ്പോൾ അതിൻ്റെ ഭാഗമാണ്. നിങ്ങളിപ്പോൾ എന്തൊക്കെ വിമർശനം നടത്തിയാലും ഞങ്ങളുടെ ഗവൺമെൻറ് ഒരു ജനസമ്പർക്ക യാത്ര സദസ്സ് നടത്താനുള്ള കാരണം തന്നെ ഇത് ജനങ്ങളോട് പറയണം എന്നുള്ളതുകൊണ്ടാണ്. കാരണം ജനങ്ങളോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, വാഗ്ദാനം നൽകിയിരിക്കുന്ന കാര്യങ്ങളിൽ എന്തൊക്കെ പരിമിതി ഗവൺമെൻറ് ഉണ്ട്, ഞങ്ങൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് മാത്രമല്ല നിങ്ങളുടെ വിമർശനം എന്താണെന്നുള്ളത്. ഇപ്പം ഇതിൽ നമ്മൾ ഉപരിപ്ലവമായ പല വിമർശനങ്ങളും നടത്തിയിട്ടുണ്ട് ഈ ജനസദസ്സിനെ സംബന്ധിച്ച്. ഇപ്പോൾ അതിൻ്റെ വാഹനത്തെ പറ്റി പറഞ്ഞു, അവർക്ക് കൊടുക്കുന്ന അവിടെ പോകുന്ന ചെലവിനെ പറ്റി, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിലാണല്ലോ മീഡിയ പ്രധാനമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. അതിൽ പക്ഷെ നിങ്ങൾ കാണേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എത്ര കുടുംബ സദസ്സുകൾ, വീട്ടുമുറ്റ സദസ്സ് അതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കപ്പെട്ടു എന്ന് ഒരു കണക്കുകളും മീഡിയകൾ പുറത്തുവിട്ടിട്ടില്ല. അത് ഓരോ 50 വീടുകൾക്കുള്ളിലും ജനസദസ്സുകൾ നടത്തിയിട്ടുണ്ട്, ജനസമ്പർക്ക പരിപാടി നടത്തിയിട്ടുണ്ട്. അതിൽ 5 ആൾ പങ്കെടുത്ത സദസ്സുകളുണ്ടാവാം ചിലപ്പോൾ, പക്ഷേ 150-200 ആളും പങ്കെടുത്ത സംഭവങ്ങളുണ്ടായിരുന്നു. അങ്ങനെ 10,000-കണക്കിന് ആളുകളെ, ലക്ഷക്കണക്കിന് ആളുകളെ പല രൂപത്തിലായിട്ട് അവരുടെ വിമർശനം കൂടി ഞങ്ങൾ കേട്ടിട്ടുണ്ട്. കാരണം ഈ പരിപാടികളിലെല്ലാം തന്നെ ഞങ്ങളെപ്പോഴുള്ള ആളുകളടക്കം പോയി പങ്കെടുത്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ജനങ്ങൾക്ക് എന്താണ് ഞങ്ങളോട് പറയാനുള്ളത് എന്നും കൂടെ കേട്ടിട്ടുണ്ട്. അവരോട് പറയാനുള്ള ഞങ്ങളുടെ വിശദീകരണം ഞങ്ങൾ അവിടെ പറയുന്നുണ്ട്. അതിന് പുറമെയാണ് ഈ പരിപാടി നടത്തിയത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ പറയുന്നത് മീഡിയ വഴിയാണ്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ മീഡിയകൾക്ക് വലിയൊരു റോൾ എന്താണെന്ന് വെച്ചാൽ, അത് ഒരു വിഭാഗത്തിന് മാത്രം കാര്യങ്ങൾ പറയാമെന്നല്ല, എല്ലാവർക്കും പറയാനുള്ളത് അതിലൂടെ പറയുകയും അതിനെ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ഞങ്ങൾക്കത് അവസരം കിട്ടാതിരിക്കുന്നു, ഞങ്ങൾ ഏകപക്ഷീയമായി കടന്നാക്രമിക്കപ്പെടുന്നു എന്ന് മനസ്സിലാകുമ്പോഴാണ് ഞങ്ങളതിനു വേണ്ടി തയ്യാറായി രംഗത്ത് വന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം താങ്കൾ സൂചിപ്പിച്ച പോലെ എന്തുകൊണ്ടാണ് ഈ ഗവൺമെൻറ്റിന് ചില കാര്യങ്ങളിൽ പരിമിതികൾ എന്തുണ്ട് എന്ന് ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങളോട് പറയാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അത് ജനങ്ങൾ എത്രമാത്രം വിലയിരുത്തുന്നു എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമല്ല, അത് ജനങ്ങൾ കൂടി തീരുമാനിക്കേണ്ട കാര്യമാണ്. ഞങ്ങൾക്ക് ജനങ്ങളിൽ നല്ല വിശ്വാസമുണ്ട്. ഞങ്ങളങ്ങനെ ജനങ്ങളെ വഞ്ചിക്കില്ല എന്ന് ജനങ്ങൾക്ക് വിശ്വാസമുണ്ടെന്നാണ് ഞങ്ങളുടെ ഇപ്പോഴും ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം ഞങ്ങൾ ജനങ്ങളുടെ ഇടയിലൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ വലിയൊരു കോൺഫിഡൻസ് ഉണ്ട്. ഈ ജനങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുള്ള മാൻഡേറ്റ് അനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനിടയിൽ ഞങ്ങൾക്കെതിരായിട്ടുള്ള, ഞങ്ങളുടെ ഗവൺമെൻറ്റിനെതിരായ LDFനെതിരായിട്ടുള്ള ധാരാളം വിമർശനങ്ങൾ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇത്തരം കാര്യങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതിൻ്റേതായ രീതിയിൽ ഞങ്ങൾക്ക് അതിനെ മറികടന്ന് മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ് എൻ്റെ പ്രതീക്ഷ. നമ്മൾ
ഇപ്പം പാർലമെന്റ് ഇലക്ഷനോട് ഏതാണ്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായി പറഞ്ഞാൽ ഒരു 90 ദിവസത്തിനുള്ളിൽ ഇലക്ഷൻ നടക്കും. ഇലക്ഷൻ നടക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നുള്ളൂ. എല്ലാ പാർട്ടികളും വളരെ ശക്തമായ നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ തൃശ്ശൂരിൽ ആണ് ഏറ്റവും കൂടുതൽ കേരളത്തിലെ ഏറ്റവും വലിയ ശക്തമായ ഒരു ത്രികോണ മത്സരം നടക്കാൻ വേണ്ടിയുള്ള നമ്മുടെ രാഷ്ട്രീയം നോക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്ന സംഭവമാണ്. തൃശ്ശൂരിൽ ഒരു ഏറ്റവും വലിയ തീപ്പാറുന്ന മത്സരം നടക്കാൻ പോകുന്നു എന്നുള്ളൊരു പ്രതീതി ഓൾറെഡി ഉണ്ടായിക്കഴിഞ്ഞു. മോദി ആഴ്ചക്ക് തൃശ്ശൂർ സന്ദർശിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിക്കഴിഞ്ഞു. തൃശ്ശൂർ അവർ വളരെ കൃത്യമായി ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിനിമാ താരമായ സുരേഷ് ഗോപി അവർ രംഗത്തിറക്കി കഴിഞ്ഞു. മറുഭാഗത്താണ് സിറ്റിംഗ് MP ആയിരിക്കുന്നത് ഈ TN പ്രതാപനാണെങ്കിൽ ചുമരെഴുത്ത് വരെ ആരംഭിച്ചു കഴിഞ്ഞു. എങ്ങനെയാണ് LDF ഈ ഇലക്ഷനെ നേരിടാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടക്കുന്നത്? നമ്മൾ വഞ്ചിയിൽ കിടന്ന് ഓടേണ്ട കാര്യമില്ലല്ലോ. ഇടതുപക്ഷ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വഞ്ചിയിൽ കിടന്ന് ഓടേണ്ട കാര്യമില്ല. വഞ്ചിയാണ് മുന്നോട്ട് പോവുക. വഞ്ചിയിലൊപ്പം നമ്മൾ പോയാൽ മതി. നമ്മൾ വഞ്ചിയിൽ കിടന്ന് ഓടുന്ന പരിപാടി LDFനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾ കാണിക്കാറില്ല. ഞങ്ങൾ ഞങ്ങളുടേതായ രീതികളുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞു കേട്ടതൊന്നും തൃശ്ശൂർ മാത്രമാണ് തീപാറുന്ന മത്സരം നടക്കാമെന്ന്. നിങ്ങൾ തൃശ്ശൂർ മാത്രമല്ല, 2024 തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുഴുവൻ തീപാറുന്ന മത്സരം നടക്കും. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ച്, അതായത് നമ്മുടെ ഇതുവരെ 47 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം നമ്മുടെ ജനാധിപത്യം വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ് ഇന്ത്യയിലെ ജനങ്ങൾ ഇതിനെ കാണുന്നത്. അപ്പം അതുകൊണ്ട് തൃശ്ശൂരിൽ മാത്രം നടക്കുന്ന എന്തോ ഒരു വലിയ സംഭവമാണ് കേരളത്തിലെന്നുള്ള ഉദ്ദേശം. അല്ല, അപ്പോൾ കേരളത്തിൽ തന്നെ ഓരോ കാസർഗോഡ് മുതലുള്ള ഓരോ സീറ്റ് എടുത്ത് പരിശോധിച്ചാൽ തൃശ്ശൂർ പോലെ തന്നെ തീപാറുന്ന മത്സരങ്ങൾ അവിടെ നടക്കുമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പം തൃശ്ശൂർ മാത്രം എന്തുകൊണ്ടാണ് പ്രത്യേകത അത് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം BJP ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്തു. അപ്പോൾ BJP അതിനു വേണ്ടി കുറെ ഇവിടെ ഈ തൃശ്ശൂരിൽ എന്തോ വലിയ സംഭവമാണെന്ന് വലിയ മുന്നൊരുക്കങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ വലിയ സമ്പത്തും അധികാരങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്ന ഒരു വലിയ ഗിമ്മിക്ക് ഇവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് സോഷ്യൽ മീഡിയകളിലും അതുപോലെ തന്നെ മറ്റ് മീഡിയകളൊക്കെ തന്നെ അതിനോടൊപ്പം നിന്ന് ചലിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് തോന്നുന്നത് തൃശ്ശൂരിൽ എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് തോന്നുന്നതാണ്. തൃശ്ശൂരിലുള്ള പ്രത്യേകത എല്ലാ ഇലക്ഷൻ്റെ മറ്റെല്ലാ മണ്ഡലങ്ങളിലുള്ളതുപോലുള്ള ഒരു മണ്ഡലം തന്നെയാണ് തൃശ്ശൂരും ഉള്ള മണ്ഡലം. അവിടെ ഞങ്ങൾ വളരെ ഭംഗിയായി LDF എന്ന നിലയിൽ ഞങ്ങളുടെ മുന്നണി സംവിധാനം വളരെ ഐക്യത്തോടു കൂടി കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ നവകേരള സദസ്സിൻ്റെ ഭാഗമായി തന്നെ മുന്നണി സംവിധാനങ്ങൾ കൂടുതൽ ഐക്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങളൊന്നും കാണാത്ത ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഞങ്ങൾ വളരെ ഐക്യപ്പെട്ടിട്ടുണ്ട്. അതിന് പുറമെ ഓരോ വിഷയങ്ങളിലും ഇപ്പോൾ LDF എന്ന നിലയിലുള്ള പല സമരങ്ങളും ക്യാമ്പയിനുകളും ഞങ്ങൾ ഇതിനകം ആരംഭിച്ചിട്ടുണ്ട്. ഘടകകക്ഷികളായിട്ടുള്ള CPI CPM അവർ സ്വതന്ത്രമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തുന്നുണ്ട്. ഓരോ പാർട്ടികളുമായി ബന്ധപ്പെട്ട വർഗബോധന സംഘടനകളുടെ പൊളിറ്റിക്കൽ ക്യാമ്പയിൻസൊക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കേരളത്തിലെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ സംഘടനാ സംവിധാനങ്ങൾ, ഞങ്ങളുടെ ബൂത്ത് കമ്മിറ്റികളെല്ലാം എല്ലായിടത്തും നിലവിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെമ്പാടുള്ള എല്ലാ ബൂത്തുകളുടെയും കമ്മിറ്റികൾ നിലവിൽ വന്നിട്ടുണ്ട്. ബൂത്തുകൾക്കുള്ള ചുമതലക്കാർ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ മേഖലാ കമ്മിറ്റികൾ, പഞ്ചായത്ത് കമ്മിറ്റികൾ, ജില്ലകളിലെ ചുമതലക്കാരടക്കമുള്ള കാര്യങ്ങൾ ഓരോ രാഷ്ട്രീയ പാർട്ടികളും പ്രത്യേകിച്ച് CPIയും CPM ഒക്കെ തന്നെ എത്രയോ നാളുകൾക്ക് മുമ്പ് തന്നെ ചുമതല കൊടുത്ത് അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഞങ്ങൾ ഏർപ്പെടുന്നുണ്ട്. ഇപ്പോൾ വോട്ട് ചേർക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഇലക്ഷൻ പ്രവർത്തനം എന്ന് പറയുന്നത്. ആ കാര്യങ്ങൾ ഞങ്ങൾ നന്നായിട്ട് അതൊക്കെ ശരിയാണ്. നമ്മളൊരിക്കലും LDF ഒരിക്കലും ഇലക്ഷനെ മുന്നിൽ കാണാതെ എന്തെങ്കിലും പ്രവർത്തിക്കുന്നില്ല എന്നൊന്നുമല്ല പറയുന്നത്. അപ്പൊ ഇപ്പൊ തന്നെ നമ്മൾ കാണേണ്ടത് ഈ ആഴ്ചക്ക് മോദി ഇവിടെ വരികയും കൃത്യമായി അദ്ദേഹം ഈ അമ്പലവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിനാണ് വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് രാമൻ ഇരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള വലിയ തൃപ്രയാറിൽ രാമക്ഷേത്രം സന്ദർശിക്കും, ശ്രീരാമക്ഷേത്രം സന്ദർശിക്കും എന്ന് പറയുന്നു. അപ്പൊ അത്തരത്തിലുള്ള മറ്റൊരു തരത്തിലുള്ള ഇലക്ഷൻ പ്രചരണമാണ് BJPയുടെ ചൂടുന്നത്. അല്ലാണ്ട് ഇപ്പൊ BJP വോട്ട് ചേർക്കുക അല്ലെങ്കിൽ ബൂത്ത് കമ്മിറ്റി ചേരുക ഇതൊന്നുമല്ല അവർ ചെയ്യുന്നത്. ഇതിനെങ്ങനെ നേരിടുന്ന അതിന് കാരണം ഞങ്ങൾ നേരിടുന്നത് എന്ന് വെച്ചാലേ ഞങ്ങളിവിടെ പ്രവർത്തിക്കുന്നതേ ഇലക്ഷൻ വരുമ്പോഴുള്ള പ്രവർത്തനമല്ല, മനസ്സിലായില്ലേ? ഞങ്ങൾ തൃപ്പേർ അമ്പലം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എല്ലാ ദിവസവും അമ്പലത്തിൽ പോകുന്നുണ്ട്, തൊഴുന്നുണ്ടെന്നുള്ളതല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. വടക്കുന്നാഥ ക്ഷേത്രം ഞങ്ങളുടെയൊക്കെ ഒരു ലൈഫിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ലൂർദ് പള്ളിയോ അല്ലെങ്കിൽ പുത്തമ്പള്ളിയോ അല്ലെങ്കിൽ ഗുരുവായൂർ അമ്പലം എന്നൊക്കെ പറയുന്നത് ഇവിടെ പ്രവർത്തിക്കുന്ന ഇടതുപക്ഷ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അന്യമായ സ്ഥലങ്ങളോ ഞങ്ങൾ ഏതെങ്കിലും രീതിയിൽ ചെല്ലാത്ത സ്ഥലങ്ങളല്ല. അപ്പോൾ
തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ആസൂത്രിത പരിശ്രമത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ ചെയ്യേണ്ട കാര്യം നമുക്കില്ല. ഇല്ല എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഞാനിപ്പോൾ നിങ്ങളുമായി സംസാരിക്കുന്നതിന് മുമ്പ് വടക്കുന്നാഥിലൊരു പരിപാടിക്ക് പോകാൻ നിൽക്കുകയായിരുന്നു. അപ്പം നിങ്ങൾ വന്നപ്പോൾ ഞാനിവിടെ ഇരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഞങ്ങളെ സാധാരണ ഇപ്പോൾ ഇലക്ഷന് മുമ്പും ഞാനിവിടെ MLA ആവുന്നതിന് മുമ്പൊക്കെ ഞങ്ങൾക്ക് എല്ലാ പരിപാടിക്കും പങ്കെടുക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇലക്ഷൻ വരുമ്പോൾ ഉണ്ടാകുന്നൊരു പരിപാടിയല്ല അത്. എല്ലാ കാലത്തും ഞങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നതാണ്. അപ്പോൾ ഇവിടേക്ക് പിന്നെ രാഷ്ട്രീയമായി ലക്ഷ്യം വെച്ചുകൊണ്ട് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരു പുതുമയാണ്. അപ്പോൾ അവരവിടെ വരും, അവർ കണ്ടുപോട്ടെ. അവർ കണ്ട് അവിടെ ഞങ്ങളവർക്ക് അല്ലെങ്കിൽ ഇവിടെയുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനമന്ത്രി വരുമ്പോൾ നമുക്കൊക്കെ സന്തോഷമാണ്. പ്രധാനമന്ത്രി വരുന്നു പോകുന്നു, അതിലെന്താ നമുക്ക് പ്രശ്നമുള്ളത്? അപ്പോൾ അവർക്ക് രാഷ്ട്രീയമായ താല്പര്യങ്ങളുണ്ടാവും, യാതൊരു സംശയമില്ലാത്ത കാര്യം. നിങ്ങൾക്ക് അറിയാലോ അവർ വരുന്നത് എന്തിനാണെന്നുള്ളത്. അവർ വിചാരം അവർ വരുന്ന ആർക്കും അറിയില്ല എന്നാണ്. അവർ വരുന്നത് ഇപ്പോൾ ഇവിടെ വന്ന് ഗുരുവായൂരപ്പനെ തൊഴാൻ വേണ്ടി മാത്രമല്ല എന്ന് എല്ലാവർക്കും അറിയാം. അവർക്ക് വരുന്നതിൻ്റെ പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് വരുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ദേവാലയങ്ങളും ദേവന്മാരെല്ലാം തന്നെ അവരുടെ രാഷ്ട്രീയത്തിലെ ടൂളുകളാണ്. അവരെ പൊളിറ്റിക്കൽ എയിമുകൾക്ക് വേണ്ടിയിട്ടുള്ള ടൂളുകളായിട്ട് പ്രയോജനപ്പെടുത്തുന്നതുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ തോന്നുന്നത്. അതവർ ചെയ്തോട്ടെ, അത് അവർക്ക് വേറെ ടൂളുകളില്ലല്ലോ. അവർക്ക് സ്വയമായിട്ടും അവർ വിശ്വാസത്തെ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൽ നമുക്ക് പ്രത്യേകിച്ച് നരേന്ദ്രമോദി വരുന്നതുകൊണ്ട് നമുക്ക് യാതൊരു തരത്തിലും അസ്വസ്ഥത ഉണ്ടാവേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് ഇവിടെ വരാനും ഇനിയിപ്പോൾ എൻ്റെ തൊട്ടടുത്താണ് ശ്രീരാമൻ ക്ഷേത്രം, ആളെ വരുന്നു പറഞ്ഞപ്പോൾ എനിക്ക് ഇവിടെ ഹെൽപ്പ് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ എത്ര പേരാകുമ്പോൾ നരേന്ദ്രമോദി വരുന്നു എന്ന് പറഞ്ഞാൽ വലിയ നല്ല കാര്യം. ഇതിനൊരു സ്പെസിഫിക് ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. അതിപ്പോൾ സഖാവിനോട് ചോദിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇപ്പോൾ 2009 തെരഞ്ഞെടുപ്പിൽ ഇവിടെ CPIയുടെ സ്ഥാനാർത്ഥി കിട്ടിയത് 44% വോട്ടാണ്. അതിനുശേഷം ശരിക്കും ഞാനിപ്പോൾ ഓരോ തെരഞ്ഞെടുപ്പുകളും പറയുന്നില്ല, 2014 2019 വന്നപ്പോഴത്തേക്ക് പിന്നെയും ആ വോട്ട് ഷെയറിൽ താഴേക്കും. അതേസമയം BJPയുടെ വോട്ട് ഷെയർ നമുക്കറിയാം 6% നിന്ന് 11, പിന്നെ ഇത് 28% കൂടിയിട്ടുണ്ട്. എല്ലാം BJPയുടെ തന്നെ ആയിക്കൊള്ളുന്നത്. സുരേഷ് ഗോപി വ്യക്തിഗതമായി പിടിച്ചിട്ടുള്ള വോട്ടുകളൊക്കെ ഉണ്ടാകും. പക്ഷേ ഇപ്പോൾ ശരിക്കും വളരെ അനുകൂലമായൊരു സിറ്റുവേഷൻ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നു. കാരണം ഇരിങ്ങാലക്കുട മണ്ഡലത്തിൻ്റെ കുറേ ഭാഗങ്ങൾ ഇങ്ങോട്ട് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഡീലിമിറ്റേഷൻ അത് ഈ ലോക്സഭാ മണ്ഡലത്തിലേക്ക് അല്ല, അത് 2014 ഉള്ളതാണ്. പക്ഷെ ഞാൻ പറയണത് അതെല്ലാം CPMന് ഞാൻ പറഞ്ഞ ഇടതുപക്ഷത്തിന് ഗുണകരമായി വരേണ്ട ഒരു കാര്യമാണ്. ഒന്ന്. രണ്ടാമത്തത്, ഇവിടുത്തെ നിയമസഭാ മണ്ഡലങ്ങൾ മൊത്തം എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും തന്നെ ഇടതുപക്ഷ MLAമാരാണ്. CPMന്നെയാണ് ബാക്കിയുള്ളതല്ല. പക്ഷേ ഈ ലോക്സഭയിലേക്ക് വരുമ്പോൾ മാത്രം എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ ഒരു വോട്ട് ഷെയറിൽ വലിയ കുറവുണ്ടാകുന്നു എന്നുള്ളത് സഖാവൊക്കെ പരിശോധിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇടതുപക്ഷം അതിനെ വിലയിരുത്തി? ഇടതുപക്ഷം മുന്നണി എല്ലാ ഇലക്ഷനിലും ഞങ്ങൾ ഞങ്ങളുടേതായ വിലയിരുത്തൽ നടത്താറുണ്ടല്ലോ. അപ്പോൾ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനിൽ ഇവിടെ സുരേഷ് ഗോപി വന്നപ്പോൾ BJPയുടെ വോട്ട് ഷെയർ 28% എന്നുള്ളത് ഒരു സത്യമാണ്. 11 നിന്ന് 28. അപ്പോൾ അന്ന് 28 എന്നുള്ളത് അത് അന്ന് സുരേഷ് ഗോപിക്ക് കുറച്ച് വ്യക്തിപരമായ വോട്ടുകൾ ഇവിടെ കിട്ടി എന്നുള്ളതും, പിന്നെ അന്ന് ശബരിമല ഒരു പ്രശ്നമായി എടുത്തൊരു കാലം ഉണ്ടായിരുന്നു. ശബരിമല ഇഷ്യൂ ഒരു വിശ്വാസ പ്രശ്നമായിട്ട് ഏറ്റെടുക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവർ സ്വയമായിട്ട് അവർ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് അവർക്ക് അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് വോട്ട് കിട്ടിക്കാണും. പിന്നെ ഇവിടെ പ്രതാപൻ ജയിക്കുന്നതിൻ്റെ പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും, പ്രതാപം മാത്രമല്ല കേരളത്തിൽ 19 സീറ്റിലും UDF ജയിക്കുന്നത് രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് മത്സരിച്ചപ്പോൾ കേരളത്തിൽ അന്ന് ഉയർന്നു വന്നിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ പിന്നെ കോൺഗ്രസ് അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു ട്രെൻഡ് ഇവിടെ വ്യാപകമായിട്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ എല്ലാവർക്കിടയിലും. മാത്രമല്ല അന്നുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട അന്നത്തെ ചർച്ച, കേന്ദ്രത്തിലൊരു ഹങ് പാർലമെന്റ് വരുമ്പോൾ ഏറ്റവും വലിയ കക്ഷിയായിട്ട് ഒറ്റ കക്ഷിയായിട്ട് കോൺഗ്രസ് വന്നാൽ മാത്രമേ പിന്നെ അവിടെ BJPയെ പരാജയപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ ഈ 20 സീറ്റുകളിൽ നിന്നും കോൺഗ്രസ് ജയിച്ചു പോവുകയാണെങ്കിൽ മാക്സിമം സീറ്റുകൾ കോൺഗ്രസ്സിന് തന്നെ കിട്ടുക എന്നുള്ളൊരു കാഴ്ചപ്പാട് ഇവിടുത്തെ ഒരു മതേതര വിശ്വാസികൾക്കിടയിൽ വളരെ പ്രബലമായിട്ട് അവസാന ഘട്ടത്തിലേക്ക് വന്നു എന്നുള്ളതൊരു സത്യമാണ്, ശബരിമല ഇഷ്യൂവിന് പുറമെ. അപ്പോൾ ആ 2 ഘടകങ്ങളാണ് ഇവിടെ BJP വോട്ട് വർദ്ധിപ്പിക്കുന്നതിനും കോൺഗ്രസ് ജയിക്കുന്നതിനും തൃശ്ശൂരിൽ പ്രധാനപ്പെട്ട കാര്യമായിട്ട് മാറിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും പാർലമെൻറ്റിൽ ഇടതുപക്ഷത്തെ പരാജയപ്പെട്ടാലും അസംബ്ലിയിൽ വരുമ്പോൾ ഞങ്ങൾ നിങ്ങളെ സഹായിക്കുമെന്ന മട്ടിലാണ് ജനങ്ങൾ പെരുമാറിയിട്ടുള്ളത്. അത് പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ അത് വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നും ഇപ്പം മാറിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ദേശീയ തലത്തിൽ ജനങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ പാർലമെൻറ്റിൽ പിന്നെ അവിടെ ഒരു ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ഇടതുപക്ഷവും കോൺഗ്രസും ഇവിടെ പരസ്പരം മത്സരിക്കുമ്പോൾ അവിടെ ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ലെഫ്റ്റിൻ്റെ MPമാരുണ്ടാവുക എന്നുള്ള നിലയിലേക്കാണ് കേരളത്തിലെ രാഷ്ട്രീയം ചിന്തിക്കാൻ പോകുന്നതെന്നാണ്
ഞാൻ വിചാരിക്കുന്നു. എൻ്റെ വിലയിരുത്തലാണ് നമ്മൾ ചോദിച്ചത്. ഇവിടെ രണ്ട് അങ്ങനെ വരുമ്പോൾ ഇടതുപക്ഷത്തിന് കഴിഞ്ഞ വർഷം ഉണ്ടായതുപോലെയുള്ള ഒരു തിരിച്ചടി അല്ല ഉണ്ടാവാൻ പോകുന്നത്. ഞങ്ങൾക്ക് വളരെ മെച്ചപ്പെട്ട ഒരു സാഹചര്യം കേരളത്തിൽ നിന്ന് ഉണ്ടാവും എന്നുള്ള ഒരു നല്ല വിശ്വാസം ആത്മാർത്ഥമായിട്ട് ഞങ്ങൾക്ക് ഉണ്ട്. തൃശ്ശൂർ പല പ്രത്യേകത ഉള്ളതിൽ ഒരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, ഇപ്പോൾ TN പ്രതാപൻ എന്ന് പറയുന്ന MP, രണ്ടിനും കൂടി ഒരുമിച്ച് ഉത്തരം പറഞ്ഞത്. ഇപ്പോൾ TN പ്രതാപൻ എന്ന് പറയുന്ന MPക്ക് PFI ബന്ധമുണ്ട് എന്ന് പറയുന്ന വലിയ ആരോപണങ്ങളൊക്കെ BJP ഉന്നയിച്ചു. അറ്റ് ദ സെയിം ടൈം തന്നെ TN പ്രതാപൻ വന്ന് പുറമെ പറഞ്ഞൊരു വാചകം എന്ന് പറയുന്നത്, ഒരിക്കലും സെക്കൻഡ് പോലും എത്തിയിട്ടില്ലാത്ത BJP, ഞങ്ങളും BJPയുമായിട്ടാണ് വലിയ ഫൈറ്റ് എന്ന് പറഞ്ഞു. കഴിഞ്ഞ തവണ TN പ്രതാപൻ ജയിക്കുന്നത് 93,000 വോട്ടിനാണ് രാജാജി മാത്യു തോമസിൻ്റെ ഒപ്പം. സാമിന് കൃത്യമായിട്ട് അറിയാം. പക്ഷേ അപ്പോഴും 1,20,000 വോട്ടിന് പുറകിലാണ് ആര്, ശരിക്കും 25,000 വോട്ട് 30,000 വോട്ടിന് താഴെ പുറകിലാണ് BJP നിൽക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ഇവർ രണ്ടുപേരും അങ്ങനെ പറയുന്നത്? ഇത് ഇടതുപക്ഷത്തെ ഒന്ന് കുറച്ച് കാണിക്കാനോ അല്ലെങ്കിൽ ഇവിടുത്തെ ഫൈറ്റിൽ അവർക്ക് മേൽക്കൈ നേടാനോ വേണ്ടിയിട്ടായിരിക്കും? അല്ല, അത് ഇതെന്താ വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ വൾഗറസായ ചില സ്റ്റേറ്റ്മെൻറ്റുകളും ജനങ്ങൾ ബുദ്ധിയില്ലാത്തവരാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ട് കാര്യം. പ്രതാപൻ ഇപ്പോൾ വർഗീയവാദിയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല. അങ്ങനെയൊന്നും ആരെയും ഒരു പ്രത്യേക ബ്രാൻഡ് ചെയ്യുന്നതിലൊന്നും യാതൊരു അർത്ഥമില്ല. അവർക്കൊക്കെ ജനങ്ങളുടെ ഇടയിൽ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള വിലയിരുത്തലുണ്ട്. നമ്മൾ വെറുതെ നമുക്ക് കൃത്യമായ ധാരണകളില്ലാത്ത കാര്യങ്ങളെപ്പറ്റി പറയാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുള്ളൊരു കാര്യം എന്താ വെച്ചാൽ അവർക്കൊരു വക്രബുദ്ധിയാണ് രണ്ട് സ്റ്റേറ്റ്മെന്റ് ഉള്ളത്. വെച്ചാൽ അങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ കിട്ടും, ആളുകളെ സ്വാധീനം. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ അത് ചില സമൂഹത്തിനിടയിൽ അപ്പൊ അവർക്കൊരു സ്വാധീനം കിട്ടും. ഈ പ്രതാപം ഇങ്ങനെ പറഞ്ഞാൽ ഈ പിന്നെ BJPയെ പരാജയപ്പെടുത്താൻ ഇനി ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആളുകളൊക്കെ, മതേതരവാദികളൊക്കെ ഇദ്ദേഹത്തിന് വോട്ട് ചെയ്യും എന്ന് ജനങ്ങൾ വിചാരിച്ചിട്ട് പറയുന്ന കുറെ കാര്യങ്ങളാണ്. ജനങ്ങൾ അതിന്റെ മേലെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ജനങ്ങൾക്ക് നല്ല രാഷ്ട്രീയ ബോധമുള്ള ആൾക്കാരാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ. നമ്മൾ അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അത്തരം സ്റ്റേറ്റ്മെൻറ്റുകളൊന്നും നമ്മൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചർച്ച വിഷയമാക്കേണ്ട കാര്യമില്ല. അത് അവർ പറയട്ടെ. ഇപ്പോൾ TN അങ്ങനെ പറയുമ്പോൾ TN മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഇന്ത്യയിൽ മുഴുവൻ ഇന്ത്യ മുന്നണി എതിർക്കുന്ന ഒരു പാർട്ടിയാണ് BJP. 5 കൊല്ലം പ്രതാപൻ ഇവിടെ MP ആയിരുന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു 2ാം സ്ഥാനത്തേക്ക് എത്തി എന്ന് പറയുന്നത് അത് സ്വയം തന്നെ അത് വിലയിരുത്താണ്ട് പറയുന്ന കാര്യമല്ലേ. അപ്പം അത് എന്തിനാ പറഞ്ഞെന്നാൽ അദ്ദേഹത്തോട് ചോദിച്ച് ഉത്തരം നേടുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ വലിയ മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. തൃശ്ശൂരിൽ ശരിക്കും മറ്റ് സ്ഥലങ്ങളെ, തൃശ്ശൂരിലെ ഒരു ഈ ക്രിസ്ത്യൻ വോട്ടുകൾ ഒരു വലിയ നിർണായകമായ ഒരു സ്ഥലമാണ്. പിന്നെ സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളൊക്കെ ചേർന്ന് ലൂർദ് വന്ന് മാതാവിന് സ്വർണ്ണകിരീടൊക്കെ സമർപ്പിക്കുന്ന ചില ചിത്രങ്ങളൊക്കെ നമ്മളിന്ന് കാണുകയുണ്ടായി. അപ്പൊ ഇത്തരത്തിലുള്ള ഗിമ്മിക്കുകളായിട്ട് BJP പിന്നെയും മുന്നോട്ട് പോകുന്നുണ്ട്. ഇതേസമയം തന്നെ മണിപ്പൂർ ഇഷ്യൂ പോലെയുള്ള വലിയ വിഷയങ്ങളിൽ ഇവിടെയുള്ള ക്രിസ്ത്യൻ മേലധ്യക്ഷന്മാരൊക്കെ വളരെ കൃത്യമായി നിലപാടുകൾ വ്യക്തമാക്കി ദീപിക പോലുള്ള പത്രങ്ങളിൽ അവർ വളരെ കൃത്യമായിട്ട് ഇത്തരം വിഷയങ്ങളെ കൃത്യമായി യഥാർത്ഥത്തിൽ ഇത്തരം നീക്കങ്ങൾ, BJPയുടെ ഇത്തരം നീക്കങ്ങൾ എന്തായിരിക്കും തൃശ്ശൂരിന്റെ ഒരു ഭാവി നിർണ്ണയിക്കുന്നത്? സഹ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നമ്മളൊന്നാമത്തെ കാര്യം, ഈ തൃശ്ശൂരത്തെ വോട്ടർമാർ, ക്രിസ്ത്യൻ വോട്ടർമാർ, മുസ്ലിം വോട്ടർമാർ, ഹിന്ദു വോട്ടർമാരെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിഭജിക്കേണ്ട കാര്യമില്ല. മനുഷ്യരായിട്ട് കണ്ടാൽ മതി നമ്മൾ ആൾക്കാരെ. അല്ല, ഇത് എന്റെ കാഴ്ചപ്പാടല്ലോ കേട്ടോ. അതാണ് ഞാൻ പറയുന്നത്. അങ്ങനെ പറയുന്നവരുടെ കാഴ്ചപ്പാടിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. താങ്കൾ ചോദിച്ചത് വേറെ, താങ്കളുടെ ചോദ്യം മാത്രമല്ലല്ലോ. അങ്ങനെ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ തൃശ്ശൂരിലെ പൗരാവലിയെ പറ്റി എൻ്റെ അറിവ് വെച്ച് പറയുന്ന കാര്യമാണ്. നമ്മുടെ നാട്ടിലെ ജനങ്ങളാരും ഇത് ക്രിസ്ത്യൻ വോട്ട് മുസ്ലിം വോട്ട് എന്ന് വെച്ച് കാണുന്നവരല്ല. അത് കാണുന്ന ആൾക്കാരാണ്. ഇപ്പോൾ മണിപ്പൂരിൽ ആളുകൾക്കെതിരെ ഇപ്പോൾ കലാപം ഉണ്ടായപ്പോൾ അതിൽ പിന്നെ ഏറ്റവും കൂടുതൽ ഈ പീഡനം നേരിടേണ്ടി വന്ന ക്രിസ്ത്യാനികളായതുകൊണ്ട് ക്രിസ്ത്യാനികളെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ലല്ലോ നമ്മൾ ചോദിക്കുന്നില്ല. പിന്നെ മണിപ്പൂരിൽ ഇതുണ്ടായപ്പോൾ ക്രിസ്ത്യാനി, മണിപ്പൂരിൽ ഇപ്പം 2 സ്ത്രീകളെ അടക്കം ബലാത്സംഗം ചെയ്തടക്കമുള്ള സംഭവങ്ങളിൽ ക്രിസ്ത്യാനികൾ മാത്രം വേദനിക്കേണ്ട കാര്യമാണോ? നമ്മുടെ എല്ലാവരും പ്രശ്നമല്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ ക്രിസ്ത്യൻസിനെതിരെ ആക്രമണം ഉണ്ടാകുമ്പോൾ ക്രിസ്ത്യാനികൾ മാത്രം ബാധിക്കുന്ന പ്രശ്നമാണ്. മണിപ്പൂരിലെ പ്രശ്നം ക്രിസ്ത്യാനികൾ മാത്രമല്ല അതിനെതിരെ ചിന്തിക്കുന്നത്, ഇവിടുത്തെ എല്ലാവരും ചിന്തിക്കുന്നത്, മനുഷ്യരായിട്ടുള്ള ആൾക്കാർ മുഴുവൻ ചിന്തിക്കുന്നുണ്ട്. നമ്മളെ ആളുകളെ ക്രിസ്ത്യാനികൾ, ഹിന്ദുക്കളും മുസ്ലിങ്ങളും വേർതിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ ബാബറി മസ്ജിദ് പൊളിച്ചപ്പോൾ മുസ്ലിങ്ങളെ മാത്രമാണ് ബാധിക്കുന്നത്. അല്ല, നമ്മുടെ മനുഷ്യൻ മൊത്തം ബാധിക്കുന്ന പ്രശ്നമാണ്. അപ്പോൾ ആ ലെവലിൽ നമ്മൾ കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ തൃശ്ശൂർ എന്ന് പറയുന്ന മണ്ഡലം അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ച് അങ്ങനെ ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ടില്ല. നമ്മൾ വോട്ടർമാരെ നമ്മൾ പല രീതിയിൽ വിലയിരുത്തുന്നുണ്ടെങ്കിലും
നമ്മളെല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ആ രീതിയിൽ മറുപടി പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ തന്നെ നമ്മുടെ മനുഷ്യൻ്റെ മനസ്സിനിടയിൽ വെറുതെ ഡിവിഷൻ ഉണ്ടാക്കുകയാണ്. നമ്മളൊക്കെ ഞാനൊരു 3 സ്ഥലത്ത് മത്സരിച്ച ആളാണ്. ഞാനൊരിക്കലും അങ്ങനെ എന്നെ ആളുകൾ അങ്ങനെ കണ്ടിട്ടില്ല ഞാൻ വിചാരിച്ചിട്ടുള്ളത്. ഞാൻ അങ്ങനെ ആൾക്കാർ കാണാറില്ല. അപ്പം നമ്മളെന്തിനാണ് വെറുതെ ഇവിടുത്തെ ക്രിസ്ത്യൻ വോട്ടർമാരും മുസ്ലിം അങ്ങനെ കണ്ടിട്ടാണ് പറയുന്നവരാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. ബി ജെ പിയുടെ നേതാക്കന്മാർ അല്ലെങ്കിൽ മോദി പോലും ഈ ക്രിസ്ത്യൻ മത മേലധ്യക്ഷന്മാർക്കോട് പ്രത്യേകിച്ചിട്ട് യോഗങ്ങൾ ചേരുകയും അവരൊക്കെയായി ചില സംഭാഷണങ്ങൾ നടക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ചോദിച്ചാണ്. അത് കുറ്റബോധം കൊണ്ട് ചെയ്യുന്നതായിരിക്കുള്ളൂ അങ്ങനെ വിളിച്ച് സംസാരിക്കുന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും അതുണ്ടായി. അദ്ദേഹം ഈ ക്രിസ്മസിന് വിരുന്നൊരുക്കി. മാത്രമല്ല ഇപ്പോഴും ഈ നാളെ പിന്നെ എറണാകുളത്ത് വെച്ചിട്ട് ചില ആളുകളുമായിട്ടുള്ള ചില മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്. അത് നടക്കട്ടെ. അതിലിപ്പോ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അത് അവരുടെ ഒരു സ്ട്രാറ്റജി. അതാണ് ഞാൻ പറഞ്ഞില്ല, ജനങ്ങളെ ക്രിസ്ത്യൻസ് മുസ്ലിംസ് ഹിന്ദു എന്ന നിലയിൽ വേറിട്ട് കാണുന്ന മനസ്സുള്ളവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. അവരങ്ങനെ ആളുകൾ കാണുള്ളൂ, അവർ മനുഷ്യരായിട്ട് കാണില്ല. നമ്മളൊക്കെ മനുഷ്യരായിട്ട് എല്ലാവരും കാണുന്നവരാണ്. നമ്മളിപ്പോൾ ഏതൊരു മതത്തിൽപ്പെട്ട മനുഷ്യരെയും അവരാദ്യം കാണുന്ന അവർ മനുഷ്യരെയാണ്. പിന്നെ അതിനപ്പുറത്ത് നമുക്കൊന്നും കാണേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം അത്തരം കാൽക്കുലേഷൻസിനൊന്നും വലിയ പ്രസക്തിയുള്ള സ്ഥലമല്ല തൃശ്ശൂർ. നല്ല കേരളത്തിന് അങ്ങനെ വലിയ പ്രസക്തി ഉണ്ടാവില്ല. അതാണ് BJPക്ക് പറ്റുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക്. അവിടെയാണ് വലിയൊരു പ്രശ്നമാണത്. പലപ്പോഴും ഒരു എതിരഭിപ്രായം ഉണ്ടാവുക എന്ന് പറയുന്നത് കൂടി ജനാധിപത്യപരമായ കാര്യമാണ്, അല്ലെങ്കിൽ തിരുത്തപ്പെടുക എന്ന് പറയുന്നത് കൂടി ജനാധിപത്യപരമായ കാര്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്ന CPI പുറകോട്ട് പോയിട്ടില്ല എന്നാണ് എൻ്റെ ചോദ്യം. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിന് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാക്കുന്നത് എന്തിനാണെന്നുള്ളതിനെ പറ്റിയുള്ള കൃത്യമായ ധാരണയോട് കൂടിയിട്ടാണ് അന്നും ഇന്നുമുള്ള എല്ലാ നേതാക്കന്മാരും പ്രവർത്തിക്കാറുള്ളത്. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ എല്ലാ കാര്യങ്ങളിലും CPI CPMമായി ബന്ധപ്പെട്ട് ഭരണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും എന്താണ് എന്നത് സംബന്ധിച്ച് ധാരണയോടുകൂടി പോകുമ്പോൾ എന്തിനാണ് പുറത്ത് അതിൻ്റെ വിമർശനം ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യം എന്താണ്? ഇനിയെങ്കിലും അത് ആവർത്തിക്കാതിരിക്കാൻ കുറച്ചുകൂടി ജാഗ്രത ഉണ്ടാകുന്ന ഒരു സമീപനമെങ്കിലും ഗവൺമെന്റ് ഉണ്ടാവില്ല. അപ്പം അത്തരം കാര്യങ്ങൾ അത് ഉള്ളിൽ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞു വന്നത്. അല്ല, ഞങ്ങളുടെ പാർട്ടി CPM തമ്മിൽ നിരന്തരമായിട്ടുള്ള ആശയവിനിമയം നടക്കുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോൾ. ഞങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ തിരുത്തേണ്ടതുണ്ടെങ്കിൽ ഞങ്ങൾക്കത് പറഞ്ഞത് സ്ഥാപിക്കാനും അല്ലെങ്കിൽ അതിന് തീരുമാനം എടുക്കാനുള്ള ഒരു നല്ല സംവിധാനം ഇന്ന് LDFനകത്തുണ്ടല്ലോ. മാധ്യമങ്ങൾക്ക് അത് ചിലപ്പോൾ വിമർശനം ഉന്നയിക്കാം. ശരിയാണ്, മാധ്യമങ്ങൾ വിമർശനം ഉന്നയിക്കാം. അത് ഗവൺമെന്റ് കേൾക്കുന്നുണ്ടല്ലോ. ഇപ്പോഴും പല വിഷയങ്ങളിലൊന്നും പ്രസ്ഥാനങ്ങളെ കാണില്ല. എന്താണ് സംഭവിച്ചത് ശരിക്കും ഈ യുവജന പ്രസ്ഥാനത്തിന്? AIFന്റെ സംഭവിച്ചത് എന്താണെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ആ രീതിയിലല്ല ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ. എന്നാൽ അതേ സമയത്ത് തന്നെ ഇപ്പോൾ നമ്മൾ നേരിടുന്ന വർഗീയ ഫാസിസത്തിനെതിരായിട്ടുള്ളൊരു ക്യാമ്പയിൻ, കാരണം അതൊക്കെ വളരെ നന്നായി AIVF ഏറ്റെടുക്കുന്നുണ്ട്. പ്രശ്നങ്ങളെ കൃത്യമായി യഥാസമയം അഡ്രസ്സ് ചെയ്യാതിരിക്കലൊക്കെ തന്നെ ഈ വളർച്ചകൾക്ക് നമ്മളൊരു ആത്മവിമർശനമായി എടുത്തിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഉണ്ടാവുന്നില്ല. പാർട്ടിക്കകത്തുള്ള ഏത് പ്രശ്നങ്ങളും ചർച്ച ചെയ്ത് പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നം CPI സംബന്ധിച്ചില്ല. ഇപ്പൊ കനയ്യകുമാർ എന്തുകൊണ്ട് CPI വിട്ടു എന്നുള്ള കനയ്യകുമാരോട് ചോദിക്കേണ്ട കാര്യമാണ്. ചില ആളുകളെ പാർട്ടിയിലേക്ക് എടുത്തതും പാർട്ടിക്ക് വലിയ പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ അതൊക്കെ ചില സമയത്തൊക്കെ ചിലപ്പോൾ അങ്ങനെ ആളുകളൊക്കെ വരും. എന്നൊക്കെ ഒരു പാർട്ടിക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റിയ ഇതൊരു രാഷ്ട്രീയ പാർട്ടി ആകുമ്പോൾ ഇപ്പോൾ ഇന്ന പാർട്ടിയിൽ നിന്ന് വരാൻ പാടുള്ളൂ എന്ന് നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല. ഇത്തരത്തിൽ വീണ്ടും രാഹുൽ ഗാന്ധി ഇവിടെ വന്നാൽ കേരളത്തിൽ അത് ബാധിക്കുമോ? അല്ലെ ഇന്ത്യ മുന്നണി എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്നുള്ള വലിയ വിഷയമാണ്. പിന്നെ ഇപ്പോൾ അന്നുകൂടെ മത്സരിക്കുന്നു എന്ന് കരുതി നമുക്ക് ഈ നാട് വിട്ടു പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ നമുക്ക് അകത്ത് ഇപ്പോൾ രാഹുൽ ഗാന്ധി അല്ല, ഇനിയിപ്പോൾ സോണിയാഗാന്ധി ഇവിടെ വന്ന് മത്സരിച്ചാലും CPI അവിടെ മത്സരിക്കും. എനിക്ക് തോന്നിയിട്ടില്ല CPIക്ക് അങ്ങനെ രാഷ്ട്രീയ വീക്ഷണത്തിൽ നിന്നിട്ട് കാരണം. പിന്നെ പ്രായോഗികമായ ഇതിന് സംഘടനാപരമായ രംഗത്ത് ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ക്ലാസ് വാർ എന്ന് പറയുന്ന ഒരു സിദ്ധാന്തത്തിൽ മാത്രം ഉയർന്നു നിന്നപ്പോൾ ഞങ്ങൾക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ തൊഴിലാളി വർഗ സർവാധിപത്യത്തെ പറ്റി മാത്രമല്ല ഞങ്ങൾ പറഞ്ഞു. ഞങ്ങളിവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ജനാധിപത്യ സംവിധാനത്തെ പറ്റി പറഞ്ഞ പാർട്ടിയാണ് CPI. ഇടത് ചിന്താഗതിയുള്ള പാർട്ടികളുടെ എണ്ണം കുറയുകയും മറ്റ് പാർട്ടികളുടെ എണ്ണം കൂടുകയും ചെയ്തിരിക്കുന്നു. നല്ല കാര്യമല്ലേ? കാരണം ഇടതുപക്ഷ ബംഗാളിലെ LF ലെഫ്റ്റ് മുന്നണിയാണ്. ഇവിടെയാണ് ഇടതുപക്ഷ ജനാധിപത്യം.